നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിൽ അതിരൂക്ഷമായ വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ ജലദുരുപയോഗം തടയാൻ കർശന നടപടികളുമായി അധികൃതർ. ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് പുഴവെള്ളമെടുക്കരുതെന്ന് ജില്ലാ കലക്ടറുടെ ഉത്തരവ്. ജലദുരുപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി. ജില്ലയിൽ ഉഷ്ണതരംഗ അസ്വസ്ഥത തുടരുന്നു. മെയ് 6 ശേഷം വേനൽ മഴയ്ക്ക് സാധ്യത. ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്ന തടയണയിലേക്ക് ഗായത്രിപ്പുഴയിൽ നിന്ന് വെള്ളമെത്തിക്കാനുള്ള നടപടി തുടങ്ങി. ഗായത്രിപ്പുഴയിൽ കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് കെട്ടിനിൽക്കുന്ന വെള്ളം പൈപ്പിലൂടെ 1.5 കിലോമീറ്റർ ഇപ്പുറം മീറ്റ്നയിലെത്തിക്കും. ഗായത്രിപ്പുഴയിലെ വെള്ളമെത്തുന്നതോടെ പമ്പിംഗ് കൂടുതൽ കാര്യക്ഷമമാകുമെന്ന് ഒറ്റപ്പാലം നഗരസഭ അധികൃതർ. ഒറ്റപ്പാലം നഗരസഭയിലും അമ്പലപ്പാറ പഞ്ചായത്തിലും വെള്ളമെത്തുന്നത് മീറ്റ്നയിൽ നിന്ന്. ടാങ്കർ ലോറികളിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പരിശോധന. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും വാട്ടർ അതോറിറ്റിയുടെയും സംയുക്ത നടപടി ജലത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ വ്യാപകമായ സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസും ജല അതോറിറ്റിയുടെ അനുമതി പത്രവും ടാങ്കറിൽ പ്രദർശിപ്പിക്കണം. കുടിവെള്ളക്ഷാമം രൂക്ഷമായ തിരുവേഗപ്പുറ പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതികൾക്ക് ഗ്രാമപഞ്ചായത്ത് തുക അനുവദിച്ചു. ചമ്പാരൻ മാതൃകയിൽ പാലക്കാട് എലപ്പുള്ളിയിൽ സുസ്ഥിര കൃഷി പദ്ധതിയുമായി രാമശ്ശേരി ഗാന്ധി ആശ്രമം. പദ്ധതി ആസൂത്രണം ചെയ്തത് ചമ്പാരൻ സത്യാഗ്രഹത്തെ അടിസ്ഥാനമാക്കി എലപ്പുള്ളിയിലെ കർഷക ജീവിതത്തെക്കുറിച്ച് സംഘടിപ്പിച്ച ചർച്ചാ സദസ്സിൽ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കേസ് സ്റ്റഡികൾ തയ്യാറാക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന എലപ്പുള്ളിയിലെ കർഷകരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ പദ്ധതിക്കാകുമെന്ന് സംഘാടകർ. പറളിയിൽ ജനങ്ങളെ വലച്ച് റെയിൽവേയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം. പതിറ്റാണ്ടുകളായി ഭാരതപ്പുഴയിലെത്താൻ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന വഴി തടസ്സപ്പെടും. വഴി മുടക്കരുതെന്ന അഭ്യർത്ഥനയുമായി നാട്ടുകാർ. മേളാചാര്യൻ കേളത്ത് അരവിന്ദാക്ഷന്മാരാർ വിടവാങ്ങി. 4.5 പതിറ്റാണ്ടിലേറെ തൃശൂർ പൂരത്തിന്റെ ഭാഗമായിരുന്ന മേളകുലപതിക്ക് നാടിന്റെ പ്രണാമം. കവിയും ഗാനരചയിതാവുമായ GK പള്ളത്തിന് യാത്രാമൊഴി. അന്ത്യം തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. തൃശൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും കോർപ്പറേഷൻ പ്രഥമ മേയറുമായ ജോസ് കാട്ടുകാരൻ അന്തരിച്ചു. കത്തുന്ന വെയിലിൽ കാഴ്ചയ്ക്കുള്ള കുളിരായി തൃശൂർ ചന്ദ്രാപ്പിന്നിയിലെ 10 മണി പൂന്തോട്ടം. മുളങ്ങാട്ടുപറമ്പിൽ ദിനേശന്റെ പൂന്തോട്ടത്തിലുള്ളത് 270-ൽ പരം 10 മണി പൂക്കളുടെ ശേഖരം. മുറ്റം അലങ്കരിക്കുന്നതിനും മികച്ച വരുമാനത്തിനും 10 മണി പൂ കൃഷി അനുയോജ്യമെന്ന് കർഷകൻ. വാർത്തകൾ വിശദമായി. ശുദ്ധജലക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് പുഴവെള്ളമെടുക്കരുതെന്ന് പാലക്കാട് ജില്ലാ കലക്ടറുടെ ഉത്തരവ്. ശുദ്ധജലം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും. മെയ് 6 ശേഷം 10 വരെ ജില്ലയിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ പ്രവചനത്തിലാണ് ഇപ്പോൾ നാടിന്റെ പ്രതീക്ഷ. വേനൽ മഴ അകന്നു നിൽക്കുന്നത് വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് പാലക്കാട് ജില്ലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ശുദ്ധജല ലഭ്യത നന്നേ കുറഞ്ഞു കഴിഞ്ഞു. ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജില്ലയിലെ ഡാമുകൾ, തടയണകൾ, പുഴകൾ ഉൾപ്പെടെയുള്ള സ്രോതസ്സുകളിലെ ജലം കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് കലക്ടർ ഡോക്ടർ S. ചിത്ര ഉത്തരവിട്ടു. തദ്ദേശ സ്ഥാപനങ്ങളും ജലസേചന വകുപ്പും ഇക്കാര്യം ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്നുവരെ ശക്തമായ ഇടപെടലിലൂടെ ജലം നേടിയെടുത്താണ് ചിറ്റൂർ പുഴ, ഭാരതപ്പുഴകളിലെ ശുദ്ധജല ആവശ്യം നിറവേറ്റുന്നത്. ഇത്തരത്തിൽ ലഭ്യമാകുന്ന ജലം പലരും പമ്പ് ചെയ്തെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് കലക്ടറുടെ നിർദ്ദേശം. മുമ്പ് വരൾച്ച രൂക്ഷമായ വർഷങ്ങളിൽ ഇത്തരത്തിൽ ജലം പമ്പ് ചെയ്തെടുക്കുന്നവരുടെ വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെ വിച്ഛേദിച്ചിരുന്നു. ശുദ്ധജലം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് കലക്ടർ വ്യക്തമാക്കി. ഇതിനിടെ മെയ് 6 ശേഷം 10 വരെ ജില്ലയിൽ ഭേദപ്പെട്ട വേനൽ മഴ ലഭിക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനത്തിലാണ് ജനങ്ങളുടെ പ്രതീക്ഷ. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിച്ച് പുഴകളിൽ വെള്ളമെത്തിയാൽ മാത്രമേ നിലവിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകൂ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്ന തടയണയിലേക്ക് ഗായത്രി പുഴയിൽ നിന്ന് വെള്ളമെത്തിക്കാനുള്ള നടപടി തുടങ്ങി. ജലവിതരണം പ്രതിസന്ധിയിലായതിനെ തുടർന്ന്
നഗരസഭാ അധികൃതർ മന്ത്രി കെ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഗായത്രിപ്പുഴയിൽ കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ പണി നടക്കുന്ന ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന ജലം ഭാരതപ്പുഴയിലെ മീറ്റ്ന തടയണയിലെത്തിക്കാനാണ് ജല അതോറിറ്റി നടപടി തുടങ്ങിയത്. കുത്താമ്പുള്ളിയിൽ പാലം പണി നടക്കുന്നതിനാൽ പുഴയിൽ അത്യാവശ്യം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. പാലം പണിക്ക് വേണ്ടി മണ്ണിട്ട് നികത്തിയതിന് സമീപമാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. തടയണയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലത്തേക്കുള്ളത്. തടസ്സമായി കിടക്കുന്ന മണ്ണ് മാറ്റി സ്ഥലത്ത് ചാലെടുത്ത് പൈപ്പിട്ട് വെള്ളമെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. പ്രവൃത്തി നടക്കുന്ന സ്ഥലം നഗരസഭാ അധികൃതർ സന്ദർശിച്ചു. ഗായത്രിപ്പുഴയിലെ വെള്ളമെത്തുന്നതോടെ പമ്പിംഗ് കൂടുതൽ കാര്യക്ഷമമാകുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ പറഞ്ഞു. വെള്ളം ഇല്ലാതെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് അമ്പലപ്പാറയും ചുറ്റിപ്പാലം പ്രദേശ സ്ഥാപനത്തിൻ്റെ പരിധിയിലുള്ള ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് നമുക്ക് പ്രയാസം അനുഭവപ്പെട്ടതിൻ്റെ ഭാഗമായി 2 ദിവസം മുമ്പ് അവിടെ വന്ന് പരിശോധിച്ച് ഗായത്രിപ്പുഴയുടെ സൈഡ് കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സൈഡിൽ വന്ന് പരിശോധിച്ചപ്പോൾ അവിടെ വെള്ളമുണ്ട്. അതിനായിട്ട് നമ്മൾ മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചു. അപ്പോൾ നമുക്കത് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ മിനിസ്റ്റർ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ വർക്ക് നടന്ന് അവിടുന്ന് ആ ഭാഗത്ത് കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളത്തിന് ചുറ്റുപാടത്തേക്ക് വെള്ളം കൊണ്ടുവന്നതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ പമ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മോട്ടോർ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിപ്പിച്ച് പരമാവധി ഇടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ആ മോട്ടോർ തന്നെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമില്ലാത്തതിനാൽ ഇന്നലെയും ഇനിങ്ങാന്നുമൊക്കെയായി വാട്ടർ അതോറിറ്റി ജീവനക്കാർ ഉൾപ്പെടെ പുഴയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം പമ്പിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുത്താമ്പുള്ളി കൊണ്ടാഴി പാലം പണി നടക്കുന്നിടത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു എന്ന വിവരം, അവിടെ ധാരാളം വെള്ളമുണ്ട് എന്ന വിവരം വാട്ടർ അതോറിറ്റി ജീവനക്കാർ അറിയിക്കുകയും അവിടെ സന്ദർശിക്കുകയും ചെയ്യുകയുണ്ടായി. തുടർന്ന് ഈ വെള്ളം അവിടേക്ക് തുറന്നുവിടാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം അത് ആലോചിക്കുകയും ഇവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഉൾപ്പെടെ ഇടപെടുകയും ഇത് തുറന്നു തരാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്തു. തടയണയിൽ ആവശ്യത്തിന് വെള്ളമെത്തിയാൽ മാത്രമേ ചാലെടുത്ത് പമ്പ് ഹൗസിന് സമീപത്തേക്ക് എത്തിക്കാൻ കഴിയൂ. ഗായത്രിപ്പുഴയിൽ നിന്നുള്ള വെള്ളമെത്തിയാൽ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നാണ് ജല അതോറിറ്റി പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഒരു മോട്ടോർ ഉപയോഗിച്ചാണ് പമ്പിംഗ് നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ജലവിതരണം മേഖല തിരിച്ചാക്കിയിട്ടുണ്ട്. ശനിയാഴ്ചയും ഞായറാഴ്ചയും അമ്പലപ്പാറ പഞ്ചായത്തിലേക്ക് വെള്ളം വിതരണം ചെയ്യും. തിങ്കളാഴ്ച മുതൽ ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ മേഖലകളിലേക്കും വെള്ളം വിതരണം ചെയ്യാനാണ് ജല അതോറിറ്റി പദ്ധതിയിട്ടിരിക്കുന്നത്. ഒറ്റപ്പാലത്തെ ജലവിതരണം പൂർത്തിയാകുന്നതിന് പിറകെ അമ്പലപ്പാറയിലേക്ക് വെള്ളം നൽകും. ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിൻ്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സാണ് മീറ്റ്ന തടയണ. നേരത്തെ 19.5 MLD വെള്ളമാണ് പ്രതിദിനം വിതരണം ചെയ്തിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിൽ ടാങ്കർ ലോറികൾ മുഖേന വിതരണം ചെയ്യുന്ന ശുദ്ധജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കർശന പരിശോധന. ജലത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച പരാതികളെ തുടർന്നാണ് നടപടിയെന്ന് ജല അതോറിറ്റി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച മുതൽ തന്നെ ജില്ലയിൽ ടാങ്കർ ലോറികൾ മുഖേന വിതരണം ചെയ്യുന്ന ശുദ്ധജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ജല അതോറിറ്റിയുടെ ശുദ്ധീകരണശാലകളിൽ നിന്നാണ് കൂടുതലായും വെള്ളം ശേഖരിക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നുണ്ടെങ്കിൽ വെള്ളം പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കണം. പരിശോധനാ റിപ്പോർട്ട് ടാങ്കറിൽ പ്രദർശിപ്പിക്കണം. ചില കരാറുകാർ ഇത് പാലിക്കുന്നില്ലെന്നതാണ് പരാതി. ജില്ലയിൽ ജല അതോറിറ്റിയുടെ 29 ജലശുദ്ധീകരണ പ്ലാന്റുകളിലും 2 ഹൈഡ്രൻ പോയിന്റുകളിൽ നിന്നുമായി ആഴ്ചയിൽ 40 ലക്ഷത്തോളം ലിറ്റർ ജലമാണ് ടാങ്കർ വഴി വിതരണം ചെയ്യുന്നത്. ചില പഞ്ചായത്തുകളിൽ ആഴ്ചയിൽ 2ഉം ചിലയിടത്ത് 3ഉം ദിവസം വീതം വിതരണം ചെയ്യുന്നുണ്ട്. 36 പഞ്ചായത്തുകളിലെ 131 വാർഡുകളിലാണ് ജലം ടാങ്കറിൽ എത്തിക്കുന്നത്. ഇതിൽ 10 പഞ്ചായത്തുകളിൽ വിതരണം ചെയ്യുന്നത് സ്വകാര്യ വ്യക്തികളുടെ കിണറുകളിൽ നിന്നും കുഴൽക്കിണറുകളിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളമാണ്. വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള കേന്ദ്രങ്ങളിലെ ജലം ക്വാളിറ്റി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം 2 മാസത്തിലൊരിക്കൽ പരിശോധിക്കുന്നുണ്ട്. അതേസമയം സ്വകാര്യ ഇടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ജലം അംഗീകൃത ലാബിൽ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കിയ രേഖകൾ സൂക്ഷിക്കണമെന്നാണ് നിയമം. രേഖകളില്ലാത്ത ശുദ്ധജലം വിതരണം ചെയ്യുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. PVC പ്ലാസ്റ്റിക് നിർമ്മിത ടാങ്കുകളിൽ ജലവിതരണം അനുവദിക്കില്ല. വെള്ളം ശേഖരിക്കുന്ന സ്ഥലം, സമയം, ടാങ്കിന്റെ ശേഷി,
ഗുണനിലവാര റിപ്പോർട്ട്, ടാങ്കിന്റെ ആവരണം, ടാങ്ക് ശുദ്ധീകരിച്ച വിവരങ്ങൾ എന്നിവ വാഹനത്തിൽ സൂക്ഷിക്കണം. നിർമ്മാണത്തിനും മറ്റാവശ്യങ്ങൾക്കുമുള്ള വെള്ളമാണെങ്കിൽ അക്കാര്യം രേഖപ്പെടുത്തണം. അല്ലാത്തപക്ഷം ഇത് കുടിവെള്ളമായി പരിഗണിച്ച് നടപടി സ്വീകരിക്കും. ടാങ്കുകളും പമ്പുകളും പൈപ്പുകളും വൃത്തിയാക്കുന്നതിന് ഉപകരണങ്ങൾ വേണമെന്നും ഇവ ദിവസവും ക്ലോറിനേഷൻ നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലും കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള പ്രതിസന്ധിയിൽ നാട്ടുകാർ. പ്രശ്നത്തിന് പരിഹാരവുമായി ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള പദ്ധതികൾക്കായുള്ള തുക അനുവദിച്ചു. തിരുവേഗപ്പുറ പഞ്ചായത്തിൽ കടുത്ത കുടിവെള്ളക്ഷാമം മൂലം ദുരിതത്തിലാണ് നാട്ടുകാർ. കടുത്ത വേനലിനെ തുടർന്ന് തൂതപ്പുഴ പറ്റിയതിനാൽ നീരൊഴുക്ക് നിലച്ചതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണം. കഴിഞ്ഞ 10 ദിവസമായി കാഞ്ഞിരപ്പുഴ ഡാം തുറന്നിട്ടും കുടിവെള്ള പ്രശ്നത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നും 9 ദിവസത്തിലൊരിക്കൽ മാത്രം ലഭ്യമാകുന്ന വെള്ളം കൃഷി ആവശ്യങ്ങൾക്കും മറ്റുമായി ഉപയോഗിക്കാതെ കുടിവെള്ളത്തിനും അത്യാവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കണമെന്ന് തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് പറഞ്ഞു. തിരുവേഗപ്പുറയിൽ മാത്രമല്ല, ചുറ്റുവട്ടത്ത പ്രദേശങ്ങളിലെല്ലാം 2004 ശേഷം ഇത്രയും രൂക്ഷതയിൽ കുടിവെള്ളക്ഷാമമോ വരൾച്ചയോ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മഴയുടെ ലഭ്യതക്കുറവ് നമ്മളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പുഴയിലെ നീരൊഴുക്ക് പൂർണ്ണമായി നിലച്ചിട്ട് ഏകദേശം 15 ദിവസത്തിലധികമായി. വാട്ടർ അതോറിറ്റിയുടെ തിരുവേഗപ്പുറയിൽ സ്ഥിതി ചെയ്യുന്ന പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണ് തിരുവേഗപ്പുറയിലെ മുഴുവൻ പ്രദേശങ്ങളിലും കാലങ്ങളായി കുടിവെള്ള വിതരണം നടത്തുന്നത്. കൂടാതെ മിനി കുടിവെള്ള പദ്ധതികളും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് സഹായകമായിട്ടുണ്ട്. എന്നാൽ എല്ലാ സ്രോതസ്സുകളും പരിപൂർണമായ രീതിയിൽ വറ്റിവരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒട്ടുമിക്ക ആളുകളും ആ ഒരു ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് കുടിവെള്ളം ഉപയോഗപ്പെടുത്തുന്നത്, ജലം ഉപയോഗപ്പെടുത്തുന്നത്. വാട്ടർ അതോറിറ്റി 9 ദിവസത്തിൽ ഒരിക്കലാണ് ഓരോ പ്രദേശത്തേക്കും വെള്ളം എത്തിക്കാൻ സാധ്യമാകുന്നത്. ആ സമയത്ത് കിണറുകളിലേക്ക് ഓസിട്ട് വെള്ളത്തെ ദുരുപയോഗം ചെയ്യാതെ, അതല്ലെങ്കിൽ കൃഷിയിടങ്ങളിലേക്ക് വെള്ളത്തെ ഉപയോഗിക്കാതെ കുടിവെള്ളത്തിനും അത്യാവശ്യ കാര്യങ്ങൾക്കുമായി മാത്രം പൊതുജനങ്ങൾ കുടിവെള്ളത്തെ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പഞ്ചായത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. നിലവിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായി പഞ്ചായത്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മെയ് മാസത്തിൽ കുടിവെള്ള പദ്ധതിക്കായി 15 ലക്ഷം അനുവദിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ ചമ്പാരൻ മാതൃകയിൽ എലപ്പുള്ളിയിൽ സുസ്ഥിര കൃഷി പദ്ധതി ആരംഭിക്കുന്നു. വിഹാര ഓഡിറ്റോറിയത്തിൽ ചമ്പാരൻ സത്യാഗ്രഹത്തെ അടിസ്ഥാനമാക്കി എലപ്പുള്ളിയിലെ കർഷക ജീവിതത്തെക്കുറിച്ച് സംഘടിപ്പിച്ച ചർച്ചയെ തുടർന്നാണ് സുസ്ഥിര കൃഷി പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ തീരുമാനിച്ചത്. സർവോദയ ദർശൻ ചെയർമാനും പ്രമുഖ ഗാന്ധിയനുമായ M. പീതാംബരൻ ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവനയെക്കുറിച്ച് വിഷയാവതരണം നടത്തി ചർച്ച ഉദ്ഘാടനം ചെയ്തു. രാമശ്ശേരി ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. കർഷകശ്രീ സംസ്ഥാന അവാർഡ് ജേതാവ് ഭുവനേശ്വരി അമ്മ, എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് K. രേവതി ബാബു, വൈസ് പ്രസിഡന്റ് S. സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ധാരണയിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്, സർവോദയ കേന്ദ്രത്തിൻ്റെ ഭാഗമാണ്. സ്വാഭാവികം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മഹാത്മജിയുടെ ദർശനം എന്താണ്? ഗാന്ധി പറയുന്നു, മഹാത്മജിയുടെ പേരിൽ ഒരു ദർശനം അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗാന്ധിസം എന്നൊന്നും അങ്ങനെ പറഞ്ഞ് ഒരു മൂവ്മെൻറ്റ് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം മഹാത്മജിയുടെ പേരിൽ മഹാത്മജി ഒരു ദർശനം മുന്നോട്ട് വെച്ചിട്ടില്ലേ? ഗാന്ധിജിയുടെ പ്രവർത്തനം തന്നെ അത് വെളിപ്പെടുത്തിയിട്ടില്ലേ? കൃഷ്ണൻകുട്ടി മുതിരപ്പള്ളം സ്വാഗതവും അബിത ബിജു നന്ദിയും പറഞ്ഞു. ചമ്പാരനിലെ കർഷകരെ നീലം കൃഷി ചെയ്യാൻ നിർബന്ധിച്ച് ദുരിതത്തിലാക്കിയ ബ്രിട്ടീഷ് അധികാരികളിൽ നിന്ന് നീതി ഉറപ്പാക്കുന്നതിന് ആയിരക്കണക്കിന് കർഷകരെ നേരിൽ കണ്ട് അവരുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയ മാതൃകയിൽ എലപ്പുള്ളിയിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കേസ് സ്റ്റഡികൾ തയ്യാറാക്കാൻ യോഗം തീരുമാനിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന, ഭക്ഷ്യോൽപാദന രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തിലെ കർഷകരുടെ ജീവിതത്തിൽ കാതലായ മാറ്റം സൃഷ്ടിക്കുന്നതിനും
കർഷകർക്ക് അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായ വരുമാനം ഉറപ്പാക്കി കാർഷിക വൃത്തിയെ നിലനിർത്തുന്നതിനും ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ തലത്തിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് എൻട്രൻസ് പരീക്ഷ നടന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ആറ്റൂർ അറഫ സ്കൂളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ദേശീയ തലത്തിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് പരീക്ഷ നടന്നു. രാജ്യത്തെ സർക്കാർ സ്വകാര്യ കോളേജുകളിലെ 1,00,000 സീറ്റുകളിലേക്കായി നടത്തുന്ന പ്രവേശന പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ്. കേരളത്തിലെ 16 പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് മുള്ളൂർക്കര ആറ്റൂർ അറഫ സ്കൂളിലാണ്. 1584 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതാനായി എത്തിയതെന്ന് NTA ഒബ്സർവർ ഓഫീസർമാരായ ഡോക്ടർ ടിറ്റോ വർഗീസ്, ഡോക്ടർ സിനി KR, അബ്ദുൽ ഗഫൂർ നാലകത്ത് എന്നിവർ പറഞ്ഞു. രാവിലെ 11 മണിക്ക് തന്നെ അധികൃതർ ഗേറ്റ് തുറന്നിരുന്നു. തമിഴ്നാട്ടിലെ മദ്രാസിൽ നിന്നും നാഗാലാൻഡിൽ നിന്നും വരെ വിദ്യാർത്ഥികൾ ഇവിടെ പരീക്ഷ എഴുതാൻ എത്തിയിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തുടങ്ങിയ പരീക്ഷ 5:15 സമാപിച്ചത്. കോവിഡ് പ്രതിസന്ധി കാലത്തും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തിയ റെക്കോർഡ് ഈ സ്ഥാപനം കരസ്ഥമാക്കിയിരുന്നു. പരീക്ഷാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും, വാഹനത്തിലെത്തുന്നവർക്കുള്ള പാർക്കിംഗ് സൗകര്യങ്ങളും, ഉഷ്ണകാലത്ത് പരീക്ഷാർത്ഥികൾക്ക് പ്രയാസം സൃഷ്ടിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും സ്ഥാപനം ഒരുക്കിയിരുന്നുവെന്ന് ചെയർമാൻ KS അബ്ദുള്ള, ജനറൽ സെക്രട്ടറി KS ഹംസ, സെക്രട്ടറി PM അബ്ദുൽ ലത്തീഫ്, പ്രിൻസിപ്പൽ വസന്ത മാധവൻ എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷാ സെന്റർ അറഫയായിരുന്നു. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. പരീക്ഷ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, നാഗാലാൻഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ പരീക്ഷയ്ക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാവരും സ്മൂത്തായി കാര്യങ്ങൾ നടന്നു പോകും. മാനേജ്മെന്റും വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ പരീക്ഷയുടെ ക്രമീകരണത്തിന് വേണ്ടി സർവ്വസന്നദ്ധരായി രംഗത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 4.5 പതിറ്റാണ്ടുകാലം പൂരനഗരിയെ മേളത്തിലാറാടിച്ച കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. വാർദ്ധക്യ അവശതകളെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. തൃശൂർ ഒല്ലൂർ PR പടി സ്വദേശിയാണ് കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ. തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറയിലും പെരുവനം, ആറാട്ടുപുഴ, തൃപ്പൂണിത്തറ, കൂടൽമാണിക്യം തുടങ്ങി കേരളത്തിലെ പ്രമുഖ മേളങ്ങളിലെല്ലാം സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം. 2021 തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിലാണ് അവസാനമായി പങ്കെടുത്തത്. പ്രമാണിയായില്ലെങ്കിലും അത്രത്തോളം തലയെടുപ്പുണ്ടായിരുന്നു 45 വർഷക്കാലം പൂരം കൊട്ടിക്കയറിയ കേളത്തിന്. ഇലഞ്ഞിത്തറയിൽ പെരുവനത്തിൻ്റെ വലത്ത് എപ്പോഴും ചിരിച്ച് കൊട്ടിക്കയറുന്ന കേളത്തിൻ്റെ ശൈലിക്ക് ആരവം മുഴക്കാൻ പതിനായിരങ്ങളാണ് എത്തുക പതിവ്. ആദ്യം 13 വർഷക്കാലം പാറമേക്കാവിലും പിന്നീട് 9 വർഷം തിരുവമ്പാടിയിലും തിരിച്ച് പാറമേക്കാവിൽ തുടർച്ചയായി 23 വർഷവും കൊട്ടിക്കയറിയ പ്രതിഭയാണ് കേളത്ത്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, തൃപ്രയാർ വാദ്യകലാ ആസ്വാദക സമിതിയുടെ 2019 ശ്രീരാമപാദ സുവർണമുദ്ര, കലാചാര്യ വാദ്യമിത്ര ധന്വന്തരി പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കരയിൽ കൂളറിൽ നിന്ന് ഷോക്കേറ്റ 2 വയസ്സുകാരന് ദാരുണാന്ത്യം. ചേലക്കര എളനാട് കോലോത്തുപറമ്പിൽ എൽദോസ് മകൻ ഏദൻ K. എൽദോസാണ് മരിച്ചത്. മാതാവ് ആഷ്ലിയുടെ വീടായ പാലക്കാട് വടക്കഞ്ചേരി വാൽക്കുളമ്പിൽ വെച്ച് ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. വീടിന്റെ കട്ടിലിനടിയിലൂടെ പോയ കൂളറിന്റെ വയറിൽ ചവിട്ടിയപ്പോഴാണ് ഷോക്കേറ്റ് കുട്ടി തെറിച്ചു വീണത്. ഉടൻ വടക്കഞ്ചേരിയിലും തൃശൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അബിൻ, എമിൽ എന്നിവരാണ് സഹോദരങ്ങൾ. സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് എളനാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ വെച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും കോർപ്പറേഷന്റെ പ്രഥമ മേയറുമായിരുന്ന ജോസ് കാട്ടുകാരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ആരോഗ്യ അവശതകളെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്നു. തൃശൂർ നഗരസഭാ കോർപ്പറേഷനായി ഉയർത്തിയ ശേഷമുള്ള 2000 തെരഞ്ഞെടുപ്പിൽ അരണാട്ടുകര ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. 2000 മുതൽ 2004 വരെ മേയർ പദവിയിൽ തുടർന്നു. ദീർഘകാലം തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കവിയും ഗാനരചയിതാവുമായ പള്ളത്ത് വീട്ടിൽ ഗോവിന്ദൻകുട്ടി എന്ന GK പള്ളത്ത് അന്തരിച്ചു. 82 വയസ്സായിരുന്നു.
തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 1958 തൃശൂരിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലീനത്തിൽ അവതരിപ്പിക്കാൻ ഗാനമെഴുതിയാണ് പള്ളത്തുവീട്ടിൽ ഗോവിന്ദൻകുട്ടി എന്ന GK പള്ളത്തിന്റെ ഗാനരചനാ രംഗത്തേക്കുള്ള കടന്നുവരവ്. പിന്നീട് ധൂർത്തുപുത്രി, കുടുംബവിളക്ക് തുടങ്ങിയ അമേച്ചർ നാടകങ്ങൾ രചിക്കുകയും ചെയ്തു. TG രവി നിർമ്മിച്ച പാദസരം എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര ഗാനരചയിതാവായി. 60ഓളം നാടകങ്ങളിലും 10ഓളം സിനിമകളിലും ഗാനങ്ങൾ രചിച്ചു. P. ജയചന്ദ്രൻ പാടിയ കാറ്റുവന്നു നിന്റെ കാമുകൻ വന്നു എന്ന ഹിറ്റ് ഗാനം രചിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് കടന്നുവന്നത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കവി വിടവാങ്ങിയത്. 82 വയസ്സായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പറളിയിൽ റെയിൽവേയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം. ആശങ്കയിൽ പ്രദേശവാസികൾ. പതിറ്റാണ്ടുകളായി നൂറുകണക്കിന് ആളുകൾ ഭാരതപ്പുഴ കുളിക്കടവിലേക്ക് ആശ്രയിച്ചിരുന്ന വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണമാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയത്. പറളി പഴയ റെയിൽവേ സ്റ്റേഷന് സമീപം ഭാരതപ്പുഴയിൽ പമ്പ് ഹൗസ് തടയണയുടെ ഭാഗത്താണ് റെയിൽവേ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പ്രളയത്തിൽ പുഴ കരകവിഞ്ഞ് ഈ ഭാഗം ഇടിഞ്ഞു തകർന്ന് മണ്ണൊലിപ്പുണ്ടായതിനാൽ വലിയ ഗർത്തമായിരുന്നു. ഇതിൻ്റെ സമീപത്തു കൂടിയാണ് റെയിൽവേ ട്രാക്ക് സ്ഥിതി ചെയ്യുന്നത്. പ്രളയത്തിൽ ഗർത്തമായത് റെയിൽ ഗതാഗതത്തിന് ഭീഷണിയാണെന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംരക്ഷണ ഭിത്തി കെട്ടുന്നത്. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വഴി തടസ്സപ്പെടുന്ന വിഷയം നാട്ടുകാർ ഉന്നയിച്ചെങ്കിലും റെയിൽവേ അധികൃതർ പരിഗണിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സ്വതന്ത്ര കലാസാഹിത്യ സംഘടനയായ മലയാള കാവ്യസാഹിതിയുടെ 3ാമത് സംസ്ഥാന സമ്മേളനം പാലക്കാട്ട് നടന്നു. നർത്തകി വിനീത നെടുങ്ങാടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മലയാള കാവ്യസാഹിതി സംസ്ഥാന പ്രസിഡന്റ് കാവാലം അനിൽ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന എഴുത്തുകാരൻ TK ശങ്കരനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. സാഹിതീയം 2024 സപ്ലിമെന്റ് പ്രകാശനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VK ജയപ്രകാശ്, സംഘാടക സമിതി ജനറൽ കൺവീനർ രാജഗോപാൽ പുന്നപ്ര, മലയാള കാവ്യസാഹിതി ജനറൽ സെക്രട്ടറി സുഷമ ശിവരാമൻ എന്നിവർ സംസാരിച്ചു. കാലമാണ് ഇത് എന്നതിന്റെ നല്ല വശത്തെ സൂചിപ്പിക്കാൻ നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം നമ്മുടെ ശങ്കരനാരായണൻ സാർ പറഞ്ഞതിന് ആവർത്തിക്കുകയാണ്. കാരണം ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരങ്ങളാണ് കവിതകളെന്ന് വേഡ്സ്വർത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. വികാരങ്ങളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. വികാരങ്ങൾ തന്നെയാണ് നമുക്കുള്ളത്. നമുക്ക് നർത്തകർ നേരത്തെ പറഞ്ഞിട്ടുള്ള അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഏതാ പറഞ്ഞ രാമനും കൃഷ്ണനല്ല. ഏതാ ഇഷ്ടപ്പെട്ട വിഷയം? നിങ്ങൾ കഥകളി കണ്ടുണ്ടാവും. കഥകളിയിൽ ഏതാ വിഷയങ്ങൾ? ദുര്യോധന ബോധം, വാർത്തകളാണ്. കൊല്ലണം ഒരാൾ, അപ്പോഴാണ് ഒരു രസം ഉണ്ടാവുള്ളൂ. നിങ്ങൾ കാണുന്ന സീരിയലുകളൊക്കെ നോക്കിയാലേ, എൻ്റെ വൈഫിങ്ങനെ കുറച്ച് സീരിയൽ കാണുന്ന കൂട്ടത്തില്ല. അപ്പൊ അതിലൊക്കെ ഒന്നുമില്ലെങ്കിൽ വേഷം കൊടുക്കുക, അല്ലെങ്കിൽ വണ്ടിടിപ്പിക്കുക. വൈകിട്ട് നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ കാവാലം അനിൽ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. 2024 കാവ്യസാഹിതി പുരസ്കാര സമർപ്പണം ചടങ്ങിൽ നടന്നു. ചുവപ്പ് എന്ന കവിതാ സമാഹാര രചയിതാവ് രോഷ്ന സ്വപ്നയ്ക്കാണ് പുരസ്കാരം. 20,001 രൂപയും പ്രശസ്തിപത്രവും വെങ്കല ശില്പവും അടങ്ങുന്ന പുരസ്കാരം രോഷ്നയ്ക്ക് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കത്തുന്ന വെയിലിലും വർണ്ണവൈവിധ്യത്താൽ ദൃശ്യചാരുത പകരുകയാണ് തൃശൂർ ചെന്ത്രാപ്പിന്നിയിലെ 10 മണി പൂന്തോട്ടം. ദേശീയപാത 66 ചെന്ത്രാപ്പിന്നി 17 റോഡരികിൽ തന്നെയാണ് 10 മണിയുടെ വർണ്ണവസന്തം വിസ്മയ കാഴ്ചയൊരുക്കുന്നത്. പച്ചക്കറി പൂകൃഷികളിൽ വർഷങ്ങളായി നൂറുമേനി കൊയ്യുന്ന മുളങ്ങാട്ടുപറമ്പിൽ ദിനേശാണ് ഇക്കുറി 10 മണി പൂക്കളിൽ പത്തരമാറ്റൊരുക്കിയത്. സിൻഡ്രല്ല, ജംബോ, പോട്ട്ലാക്ക തുടങ്ങി കേട്ടു പരിചയിച്ചതുമല്ലാത്തതുമായ 270 പരം 10 മണിപ്പൂക്കളുടെ വൻ ശേഖരമാണ് വീട്ടുമുറ്റത്തും വഴിയരികിലും വീടിനോട് ചേർന്ന 16 സെന്റ് സ്ഥലത്തും ദിനേശ് ഒരുക്കിയിരിക്കുന്നത്. മഞ്ഞ, പീച്ച്, ഓറഞ്ച്, ചുവപ്പ്, തീമഞ്ഞ, വയലറ്റ്, റോസ്, പിങ്ക് എന്നിങ്ങനെ എത്ര കണ്ടാലും മതിവരാത്ത 80ലധികം നിറങ്ങൾ. 10 മണിക്കൊപ്പം വരിയും നിരയുമായി 4 മണിയും 8 മണിയും കാഴ്ചക്കാർക്ക് വിസ്മയം തീർക്കാനായി പൂന്തോട്ടത്തിലുണ്ട്. കഴിഞ്ഞ 3 വർഷമായി പൂക്കൃഷിയിൽ സജീവമാണ് ദിനേശ്. ഞാൻ ഇപ്പോൾ ഈ 10 മണി പ്ലാന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4 വർഷത്തോളമായി.
ആദ്യം ഒരു 10-20 കളർ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പലയിടങ്ങളിലായി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം അവിടെ നിന്ന് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 10-270ഓളം നമ്മളെ കളക്ഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല സെയിൽ പോകുന്നുണ്ട്. പിന്നെ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ആദ്യം നമ്മൾ എല്ലുപൊടി, ചാണപ്പൊടി അതൊക്കെയാണ് അടിവളം. ഇപ്പോൾ അതിൽ വേറെ നമ്മൾ DIP, ഫാറ്റംബോസ് 20-20 ആ സാധനം കിട്ടപ്പോൾ പൂക്കൾക്ക് ഒന്നും കൂടി നല്ല ക്ലാരിറ്റിയും നല്ല ഭംഗിയൊക്കെ ഉണ്ടായി ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ അതിലും കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ഞങ്ങൾക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ വെറൈറ്റി ഒരു 270ഓളം ഉണ്ട് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയും അതിൻ്റെ പുതിയ പ്ലാൻസുകൾ വരാനുണ്ട്. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. പരീക്ഷണങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്ന ഈ യുവാവ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെ 10 മണി പൂക്കൃഷി കണ്ടതോടെയാണ് പൂക്കൃഷിയിൽ ആകൃഷ്ടനാകുന്നത്. ദേശീയപാതയോരമായതിനാൽ വാഹനയാത്രികർ ഉൾപ്പെടെ 10 മണി പൂക്കാഴ്ച കാണാൻ ദിനംപ്രതി നിരവധി പേരാണ് എത്തുന്നതെന്ന് ദിനേശ് പറയുന്നു. 5 തണ്ടിന് 10 രൂപ നിരക്കിലാണ് വിൽപ്പന. മുറ്റം അലങ്കരിക്കുന്നതിനും മികച്ച വരുമാനത്തിനും 10 മണി പൂക്കൃഷി അനുയോജ്യമാണെന്നാണ് ദിനേശൻ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചിതൽ കയറി വീട് നിലം പതിച്ചതോടെ അന്തിയുറങ്ങാൻ കഴിയാതെ വലഞ്ഞ വയോധി സ്നേഹഭവനമൊരുക്കി CPI പ്രവർത്തകർ. മണ്ണൂർ പേരടിക്കുന്ന് വല്ലയം കുന്നിൽ പരേതനായ അയ്യപ്പൻ്റെ ഭാര്യ 70 വയസ്സുകാരി നാരായണിക്കാണ് അന്തിയുറങ്ങാൻ CPIയുടെ സന്നദ്ധ പ്രവർത്തകർ വീടൊരുക്കി നൽകിയത്. തകർന്ന വീടിന് സമീപം 1.5 ലക്ഷം രൂപ ചിലവിലാണ് സ്നേഹഭവനം ഒരുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് തനിച്ച് താമസിക്കുന്ന നാരായണിയുടെ വീട് തകർന്നത്. തുടർന്ന് കിടക്കാനിടമില്ലെന്ന വിവരം CPI പ്രവർത്തകരെ ധരിപ്പിച്ചു. വീണു. അതുകൊണ്ട് ഇതിപ്പോൾ പറഞ്ഞു ഇവനോട് പറഞ്ഞു പെട്ടെന്ന് ഞങ്ങൾ വിളിക്കുക. അവന് തങ്കപ്പാടിനും കൂടി വന്നു. അതിങ്ങനെ TV വരാൻ പറഞ്ഞു. അവർ ഇന്നലെ വന്നു. എനിക്ക് വീടില്ല, വീട് പൊളിഞ്ഞ് പോയാൽ തന്നെ ഞാൻ കിടക്കുന്നത്. CPI ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ്റെ നേതൃത്വത്തിൽ 10ഓളം പ്രവർത്തകരാണ് താൽക്കാലിക വീടൊരുക്കി നൽകിയത്. വീടിനായി 3 കൊല്ലം മുൻപ് പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നു. പട്ടികയിൽ ഇവരുടെ പേർ വന്നിട്ടുണ്ടെന്നാണ് അധികൃതർ നൽകിയ വിശദീകരണം. എന്തായാലും മഴക്കാലം കഴിയുന്നതുവരെ സ്നേഹഭവനത്തിൽ ഇവർക്ക് അന്തിയുറങ്ങാം. K ബാലകൃഷ്ണൻ, AP ഉണ്ണികൃഷ്ണൻ, K കാളിദാസൻ, KG സുരേഷ്, P ബാബു, MM പ്രഭാകരൻ, K നാരായണൻ, ഗംഗാധരൻ, K ഷൗക്കത്ത് അലി എന്നിവർ നേതൃത്വം നൽകി. അവർ വീട് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാലം കുറയായി അപേക്ഷ കൊടുത്തിട്ട്. പക്ഷേ ഈ വരാൻ പോകുന്ന മഴക്കാലം താങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ അത്രയും തകർന്നു വീണ ഒരു വീടാണ്. ഇത് മുഴുവനും പുതുക്കിപ്പണിയിൽ ഈ വീടിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ പ്രായോഗികമല്ലാത്തതുകൊണ്ട് അതിൻ്റെ തൊട്ട് ചേർന്നുകൊണ്ട് ഒരു 170 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ പുതിയ സ്നേഹമതിലിൻ്റെ ചുമര് വെച്ച് ഒരു പുതിയ പുതിയ അടച്ചുറപ്പുള്ളൊരു ഭാഗം ഉണ്ടാക്കി കൊടുക്കാനാണ്. അത് എങ്കിൽ മാത്രമേ ഈ മഴക്കാലത്ത് അവർക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയാൻ പറ്റുള്ളൂ. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾക്ക് സമാപനമായി. 3 ദിവസങ്ങളിലായി നടന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തിയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അറിഞ്ഞോ അറിയാതെയോ ക്ഷേത്രത്തിൽ സംഭവിച്ച അശുദ്ധികൾ താന്ത്രിക ചടങ്ങുകളിലൂടെ നിർമ്മാർജ്ജനം ചെയ്ത് ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുക, അതുമൂലം നാടിന് ഐശ്വര്യവും ഭക്തർക്ക് അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുക എന്നതാണ് പ്രതിഷ്ഠാ ചടങ്ങുകളുടെ സങ്കല്പം. 3 ദിവസങ്ങളിലായി ദീപാരാധന, ഗണപതി പൂജ, പ്രസാദശുദ്ധി, അസ്ത്രകലശപൂജ, വാസ്തുകലശപൂജ, വാസ്തുബലി, വാസ്തുകലശമിടൽ, അത്താഴപൂജ, ഉഷപൂജ, ബിംബശുദ്ധി, കലശപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവയ്ക്കു ശേഷം ഞായറാഴ്ച രാവിലെ ഉഷപൂജ, ഉദ്യാസ്തമ പൂജ, ചാന്താട്ടം, ശ്രീഭൂതബലി എന്നിവയും തുടർന്ന് മഹാ അന്നദാനവും നടന്നു. പരിപാടികൾക്ക് ക്ഷേത്രം ട്രസ്റ്റി നാരായണൻ മണ്ണരി നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉരുക്കു ഗാർഡറുകൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിച്ച് റെയിൽവേ. ഏപ്രിൽ അവസാനയാഴ്ച തുടങ്ങിയ പ്രവൃത്തി വിരലിലെണ്ണാവുന്ന ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. ജയ്പൂർ ആസ്ഥാനമായ കിരൺ ഇൻഫ്ര എന്ന കമ്പനിയാണ് ഉരുക്കു ഗാർഡറുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ പണിതീർത്ത റെയിൽവേ പാലമാണ് കാലപ്പഴക്കത്താൽ പുനർനിർമ്മിക്കുന്നത്. തൂണുകൾക്ക് കുഴപ്പമില്ലാത്തതിനാൽ അത് നിലനിർത്തിക്കൊണ്ടാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്.
പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമെന്ന നിലയിൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഉരുക്കുകടറുകൾ പഴയത് മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടന്നത്. ജയ്പൂർ ആസ്ഥാനമായ കിരൺ ഇൻഫ്ര എന്ന കമ്പനിയാണ് ഉരുക്കുകടറുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി ഏറ്റെടുത്തത്. ഇതിൻ്റെ ഭാഗമായി ആദ്യം തന്നെ പുഴയിലൂടെ താൽക്കാലിക റോഡ് നിർമ്മിച്ച് വലിയ ക്രെയിൻ ഉപയോഗിച്ച് സമയബന്ധിതമായാണ് ഉരുക്കുകടറുകൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തി നടന്നത്. പുലർച്ചെ 4 മണി മുതൽ രാവിലെ 8 മണി വരെ എന്ന നിലയിൽ നിരവധി ജോലിക്കാരുടെ കഠിനാധ്വാനത്തിൻ്റെയും ഫലത്തിലാണ് റെയിൽവേ അനുവദിച്ച നിശ്ചിത സമയത്തിന് മുൻപ് തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചത്. 13 തൂണുകളിലായി 14 ഗഡറുകളാണ് മാറ്റി നിശ്ചിത സമയം കൊണ്ട് പുതിയത് സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കരൾ രോഗം ബാധിച്ച് അവശനിലയിൽ കഴിയുന്ന വീട്ടമ്മ സുമനസ്സുകളുടെ സഹായം തേടുന്നു. 5 വർഷക്കാലമായി ചികിത്സയിൽ കഴിയുന്ന മണ്ണൂർ കിഴക്കുംപുറം കോഴിച്ചുണ്ട അത്തിക്കൽ വീട്ടിൽ കബീറിന്റെ ഭാര്യ 52 വയസ്സുകാരി ബേബി ഷക്കീലയാണ് ദുരിതം പേറി കഴിയുന്നത്. ബേബി ഷക്കീലയെ സഹായിക്കണമെന്നാഗ്രഹിക്കുന്നവർ 57 04 84 00 070 എന്ന മണ്ണൂർ SBI ബാങ്കിലെ അക്കൗണ്ട് നമ്പറിലോ 96 56 20 82 18 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്കോ നിങ്ങളുടെ സഹായം എത്തിക്കാം. എറണാകുളം അമൃത ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനയിലാണ് കരൾ രോഗം ബാധിച്ചതായി അറിഞ്ഞത്. ജീവൻ രക്ഷിക്കാൻ ഉടൻ കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. മകൻ അബൂ താഹിർ കരൾ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കരൾ മാറ്റിവെക്കാൻ 40 ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് കബീറിന് ലഭിക്കുന്ന വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞുകൂടുന്നത്. 5 അംഗ കുടുംബത്തിന് സ്വന്തമായൊരു വീടില്ലാത്തതിനാൽ വാടക വീട്ടിലാണ് താമസം. നിലവിൽ മഞ്ഞപ്പിത്തവും പനിയും ഉള്ളതിനാൽ അവശ നിലയിലാണ് ബേബി ഷക്കീല. ഇവരുടെ ജീവൻ നിലനിർത്താൻ ഉടൻ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. സ്വന്തമായ കിടപ്പാടമില്ലാത്ത കുടുംബം മരുന്നിന് പോലും വകയില്ലാതെ പ്രയാസത്തിലാണ്. അവരുടെ ജീവൻ നിലനിർത്താൻ നിങ്ങളുടെ സഹായമല്ലാതെ വേറെ ഒരു സഹായവും ഇല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, എല്ലാ ആളുകളും നിങ്ങളാൽ കഴിയുന്ന സഹായം, അത് ചെറിയൊരു തുകയാണെങ്കിലും നിങ്ങൾ സഹായിക്കണം. കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തി വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വിദേശത്തും സ്വദേശത്തുമുള്ള സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. വാർഡിൽ താമസിക്കുന്ന ബേബി ഷക്കീല എന്നിവർക്ക് കരൾമാറ്റ ശസ്ത്രക്രിയയോടനുബന്ധിച്ചിട്ട് അവർക്ക് ഉടനെ തന്നെ കരൾമാറ്റ ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. മൂത്ത മകനാണിപ്പോൾ കരൾമാറ്റ ശസ്ത്രക്രിയക്ക് കരള കൊടുക്കാമെന്ന് വെച്ചിരിക്കുന്നത്. അതിന് ഭാരിച്ച ഒരു തുകയാണ് ഇപ്പോൾ ചെലവ് വരുന്നത്. വാർഡംഗം VM അൻവർ സാദിഖ്, കിഴക്കുംപുറം ജുമാ മസ്ജിദ് പ്രസിഡന്റ് സെയ്ദാലി, സെക്രട്ടറി റഫീഖ്, പൊതുപ്രവർത്തകൻ വിജയൻ എന്നിവരുടെ കൂട്ടായ്മയിൽ സഹായനിധി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നിർധനരായ കുടുംബത്തിന് ഈ സംഖ്യ താങ്ങാവുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ഈ സംരംഭത്തിന് വേണ്ടി, ഈ ബേബി ഷക്കീലയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാരുണ്യമായ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സഹായവും ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി, പ്രത്യേകിച്ച് കിഴക്കുംപുറം ബൈത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടിയും അതുപോലെ നമ്മുടെ മഹലിന് പുറത്തുള്ള എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കാളികളാവണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നിങ്ങളാൽ കഴിയുന്ന സഹകരണങ്ങൾ ചെയ്തു തന്നുകൊണ്ട് എൻ്റെ മകളുടെ രോഗം ശരിയാക്കി തന്നു. എൻ്റെ മകളുടെ ദീർഘായുസ്സിന് വേണ്ടി നിങ്ങളെല്ലാവരും ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ച് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു. എത്രയും പെട്ടെന്ന് അവർ വേണ്ടി ഇവർ മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാത ചൊവ്വന്നൂരിൽ റോഡരികിൽ കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തി. വാഹനമിടിച്ച് പരിക്കേറ്റതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി ഫോറസ്റ്റ് അധികൃതർ മേൽനടപടികൾ സ്വീകരിച്ചു. വനംവകുപ്പ് വെറ്റിനറി വിഭാഗത്തിന്റെ പരിശോധനയ്ക്കു ശേഷം വനമേഖലയിൽ ജഡം മറവു ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ജില്ലയിൽ അതിരൂക്ഷമായ വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ ജലദുരുപയോഗം തടയാൻ കർശന നടപടികളുമായി അധികൃതർ. ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് പുഴവെള്ളമെടുക്കരുതെന്ന് ജില്ലാ കലക്ടറുടെ ഉത്തരവ്. ജലദുരുപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി. ജില്ലയിൽ ഉഷ്ണതരംഗ അസ്വസ്ഥത തുടരുന്നു. മെയ് 6 ശേഷം വേനൽ മഴയ്ക്ക് സാധ്യത.
ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്ന തടയണയിലേക്ക് ഗായത്രി പുഴയിൽ നിന്ന് വെള്ളമെത്തിക്കാനുള്ള നടപടി തുടങ്ങി. ഗായത്രി പുഴയിൽ കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് കെട്ടിനിൽക്കുന്ന വെള്ളം പൈപ്പിലൂടെ 1.5 കിലോമീറ്റർ ഇപ്പുറം മീറ്റ്നയിലെത്തിക്കും. ഗായത്രി പുഴയിലെ വെള്ളമെത്തുന്നതോടെ പമ്പിംഗ് കൂടുതൽ കാര്യക്ഷമമാകുമെന്ന് ഒറ്റപ്പാലം നഗരസഭ അധികൃതർ. ഒറ്റപ്പാലം നഗരസഭയിലും അമ്പലപ്പാറ പഞ്ചായത്തിലും വെള്ളമെത്തുന്നത് മീറ്റ്നയിൽ നിന്ന്. ടാങ്കർ ലോറികളിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പരിശോധന. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും വാട്ടർ അതോറിറ്റിയുടെയും സംയുക്ത നടപടി ജലത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ വ്യാപകമായ സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസും ജല അതോറിറ്റിയുടെ അനുമതി പത്രവും ടാങ്കറിൽ പ്രദർശിപ്പിക്കണം. കുടിവെള്ളക്ഷാമം രൂക്ഷമായ തിരുവേഗപ്പുറ പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതികൾക്ക് ഗ്രാമപഞ്ചായത്ത് തുക അനുവദിച്ചു. ചമ്പാരൻ മാതൃകയിൽ പാലക്കാട് എലപ്പുള്ളിയിൽ സുസ്ഥിര കൃഷി പദ്ധതിയുമായി രാമശ്ശേരി ഗാന്ധി ആശ്രമം. പദ്ധതി ആസൂത്രണം ചെയ്തത് ചമ്പാരൻ സത്യാഗ്രഹത്തെ അടിസ്ഥാനമാക്കി എലപ്പുള്ളിയിലെ കർഷക ജീവിതത്തെക്കുറിച്ച് സംഘടിപ്പിച്ച ചർച്ചാ സദസ്സിൽ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കേസ് സ്റ്റഡികൾ തയ്യാറാക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന എലപ്പുള്ളിയിലെ കർഷകരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ പദ്ധതിക്കാകുമെന്ന് സംഘാടകർ. പറളിയിൽ ജനങ്ങളെ വലച്ച് റെയിൽവേയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം. പതിറ്റാണ്ടുകളായി ഭാരതപ്പുഴയിലെത്താൻ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന വഴി തടസ്സപ്പെടും. വഴി മുടക്കരുതെന്ന അഭ്യർത്ഥനയുമായി നാട്ടുകാർ. മേളാചാര്യൻ കേളത്ത് അരവിന്ദാക്ഷന്മാരാർ വിടവാങ്ങി. 4.5 പതിറ്റാണ്ടിലേറെ തൃശൂർ പൂരത്തിന്റെ ഭാഗമായിരുന്ന മേളകുലപതിക്ക് നാടിന്റെ പ്രണാമം. കവിയും ഗാനരചയിതാവുമായ GK പള്ളത്തിന് യാത്രാമൊഴി. അന്ത്യം തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. തൃശൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും കോർപ്പറേഷൻ പ്രഥമ മേയറുമായ ജോസ് കാട്ടുകാരൻ അന്തരിച്ചു. കത്തുന്ന വെയിലിൽ കാഴ്ചയ്ക്കുള്ള കുളിരായി തൃശൂർ ചന്ദ്രാപ്പിന്നിയിലെ 10 മണി പൂന്തോട്ടം. മുളങ്ങാട്ടുപറമ്പിൽ ദിനേശന്റെ പൂന്തോട്ടത്തിലുള്ളത് 270 പരം 10 മണി പൂക്കളുടെ ശേഖരം. മുറ്റം അലങ്കരിക്കുന്നതിനും മികച്ച വരുമാനത്തിനും 10 മണി പൂ കൃഷി അനുയോജ്യമെന്ന് കർഷകൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.